കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും മനുഷ്യർക്കിടയിൽ വലിയ അകൽച്ചയുണ്ടാകുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. This news sponsored by Bobby Chemanur International Jewelers. വനിതാ കമ്മീഷന് മുൻപാകെ വരുന്ന പല പരാതികളും സൗഹൃദപരമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പരസ്പരം കൈമാറ്റപ്പെടുന്ന ഭൗതികമായ ഇടപാടുകളുടെ പേരിൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഇത്തരം ഇടപാടുകൾ കുടുംബപരമായ അകൽച്ചയിലേക്കും സാമൂഹ്യപരമായ അകൽച്ചയിലേക്കും എത്തുന്നതായും കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ഭൗതികമായ സ്വത്തുക്കൾ കൈവശപ്പെടുത്തി അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മക്കൾ തയ്യാറാകാത്ത പ്രശ്നം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരാതികൾ കൂടി വരുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിന് സാമൂഹ്യ ബോധവൽക്കരണം അനിവാര്യമായ ഒരു ഘടകമാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്ത് സ്ത്രീകൾ മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനിതാ കമ്മീഷൻ മുൻകൈയെടുക്കും. സമൂഹത്തിലെ സന്നദ്ധ സംഘടനകളെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ബോധവൽക്കരണ പരിപാടി നിലവിൽ നടന്നുവരുന്നത് ശക്തിപ്പെടുത്തും. ഇതിനു പുറമെ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. കുടുംബ ബന്ധങ്ങളിലുള്ള സൗഹൃദം നിലനിൽക്കെയുള്ള സാമ്പത്തിക ഇടപാട് വലിയൊരു പ്രശ്നമായിട്ട് പിന്നീട് മാറുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബപരമായും സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഉയർന്നു വരുന്നു. ആ പ്രശ്നങ്ങൾ പലതും കമ്മീഷന് മുന്നാകെ വരുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കൾ സ്വത്തുക്കൾ കൈമാറി കഴിഞ്ഞതിന് ശേഷം അവരെ സംരക്ഷിക്കാതെ വരുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അത്തരം പരാതികളും കമ്മീഷന് മുന്നാകെ വരുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ പല വിധത്തിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്തേണ്ടതുണ്ട്. സാമൂഹ്യ ബോധവൽക്കരണമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ഇത്തരം ബോധവൽക്കരണങ്ങൾ വനിതാ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ വനിതാ കമ്മീഷൻ ത്രിതല പഞ്ചായത്ത് വഴിയും അതുപോലെ തന്നെ മറ്റ് സെമിനാറുകളായാലും ഇത്തരം ബോധവൽക്കരണ പരിപാടികളും ബോധവൽക്കരണങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദാലത്തിൽ 3 പരാതികൾ തീർപ്പാക്കി. ഒരു പരാതിയിൽ മേൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരു പരാതിയിൽ കൗൺസിലിംഗ് നിർദ്ദേശിക്കുകയും ചെയ്തു. 18 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകെ 24 പരാതികളാണ് പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.